നാടനും ഹോട്ടൽ സ്റ്റൈലും കൂട്ടി മൺചട്ടിയിൽ ഒരു പെപ്പർ ചിക്കൻ വെച്ച് നോക്കിയാലോ? അപ്പോൾ ചങ്ങായിമാരെ, ടേസ്റ്റി എഫ്സിലേക്ക് സ്വാഗതം. കഴുകി വൃത്തിയാക്കിയ 500 ഗ്രാം ചിക്കനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഫ്രഷ് കുരുമുളക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അരമുറി തേങ്ങയുടെ ആദ്യ പാല് 1/4 കപ്പും രണ്ടാം പാല് 3/4 കപ്പും നമുക്കാദ്യം ആക്കി വെക്കണം. നമ്മുടെ വൺചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 കറുവപ്പട്ടയും 2 ഏലക്കായയും 2 ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുവപ്പട്ട ചെറിയ കഷ്ണം 2 പീസ് മതി. അതിലേക്ക് ഇനി നമുക്ക് ചെറിയ ഉള്ളി 200 ഗ്രാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ചേർക്കുക, നല്ലപോലെ വഴറ്റുക. അത് ബ്രൗൺ കളർ ആകുമ്പോൾ 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ചേർത്ത് നല്ലപോലെ വീണ്ടും വഴറ്റുക. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തൂവി കൊടുത്തിട്ട് മസാല മൂപ്പിക്കുക. കരിഞ്ഞു പോവില്ല. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാല് 3/4 കപ്പ് ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഞാനിവിടെ മൺചട്ടി അതിനെക്കൊണ്ട് 20-22 മിനിറ്റോളം അയക്കുന്നു വെന്ത് വരുമ്പോൾ. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വെന്ത് വന്നു കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 1/4 കപ്പ് തേങ്ങയുടെ ആദ്യ പാലും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1.5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൺചട്ടിയിൽ. ഇത് ഞാൻ മസാല ഡള്ളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി കുറച്ചത്. അതുപോലെ തന്നെ കുരുമുളക് ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് ആ പെപ്പറിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്ബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ലിവ് വെൽ, ലിവ് സ്ട്രോങ്. ടാറ്റാ.